GST പേരിൽ നടക്കുന്ന ഒരു തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വീഡിയോ. പറ്റുമെങ്കിൽ എല്ലാ കച്ചവടക്കാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. GSTന്റെ നിയമം തെറ്റിച്ചു എന്ന് പറഞ്ഞ് ചില ആൾക്കാർക്ക് ഇങ്ങനെ നോട്ടീസ് കിട്ടും. ഈ നോട്ടീസ് അയക്കുമ്പോൾ ആ നോട്ടീസ് കണ്ടാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ വിശ്വസിക്കുന്നത് അത് ഗവൺമെന്റ് അയച്ച നോട്ടീസാണ്. കാരണം അതിനകത്ത് CGSTന്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് സൈൻ ചെയ്യുന്ന ആളുടെ DIN നമ്പർ ഉണ്ടാവും, ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയാൽ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. അത് കൃത്യമായിട്ട് ആ DIN നമ്പർ യഥാർത്ഥത്തിൽ ഉള്ളതാണോ, ഈ നോട്ടീസ് യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനും അതിനകത്ത് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർ പെട്ടെന്ന് പൈസ അടക്കണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറയും. അതൊക്കെ നടത്തുന്നത് മണി തട്ടിപ്പ്, ഒരുപാട് തട്ടിപ്പുകളുണ്ട്. അതിൻ്റെ ഒരു പുതിയ വേർഷൻ മാത്രമാണിത്. അങ്ങനെ ആയിരിക്കെങ്കിലും GSTയുടെ നോട്ടീസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് സൈൻ ചെയ്ത ഒരാളുടെ നമ്പർ ഉണ്ടാവും. ആ നമ്പർ വെച്ചിട്ട് അത് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. നോട്ടീസ് വന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ പേടിക്കുകയോ അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാനോ ശ്രമിക്കരുത്. ഇത് പറ്റുമെങ്കിൽ എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെയുള്ള അറിവുകൾക്ക് പേജ് ഫോളോ ചെയ്യുക.